മാഫിയയ്ക്ക് വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. ഉപദേശിക്കാൻ എല്ലാം തികഞ്ഞൊരു ടീം തന്നെയാണല്ലോ ഡിവൈഎഫ്ഐ. പി ശശിയെടുത്ത് തലയിൽ വെച്ചിട്ട് തന്നെ സ്ത്രീത്വത്തിന് വേണ്ടി വാദിക്കണം. പവിത്രയുടെയും സഹാത്തികളുടെയും തങ്കക്കുടമായ മണിയാശാൻ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കും അല്ലേ സഹാത്തി? ഹരിഹരൻ അല്ലേ? ഏത് ഹരിചന്ദ്രന്മാർ വന്ന് സ്ത്രീകളെ അപമാനിച്ചാലും പൊതുജനം സപ്പോർട്ട് ചെയ്യില്ല. ഹരിഹരൻ നാക്കുപിഴ എന്ന് പറഞ്ഞ് മാപ്പെങ്കിലും പറഞ്ഞു. എന്നാൽ ബാലന്റെ കണ്ടെത്തലിൽ തീവ്രത കുറഞ്ഞ സ്ത്രീപീഡനം നടത്തിയ പി ശശിയെ പാർട്ടിയിൽ തിരിച്ചെടുത്ത കാരണഭൂതൻ നിയമിച്ചതിന് ഒന്നും പറയാനില്ലേ? സ്ത്രീകളുടെ സുരക്ഷയുടെ അട്ടിപ്രാവകാശം നിങ്ങൾക്ക് ആരാണ് തന്നത്? ലേശം ഉളുപ്പൊക്കെ വേണ്ടേടേ. എൻ്റെ പൊന്നു മേയറമ്മേ, വെറുതെ കയറി ചെന്ന പണി മേടിക്കണമായിരുന്നു. ഹരിഹരന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞത് CPMന്റെ തിട്ടൂരം തന്നെയാണെന്ന് വ്യക്തമാക്കി ശക്തിധരൻ രംഗത്ത് വന്നിരുന്നു. രാഷ്ട്രീയ അതിർവരമ്പുകൾക്ക് അതീതമായ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഹരിഹരന് ആ ഈടുവയ്പ്പെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പാളിയ നാവിൻ്റെ പിഴയെ സ്വയം ശപിക്കുന്നുണ്ടാകും. അതോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഘനീഭവിച്ചു നിന്ന ആ നാടിനോടുള്ള ക്ഷോഭത്തിൻ്റെ വൈകാരികത വഴിതെറ്റി അണപൊട്ടിയതാണോ എന്നും അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വസതിക്ക് നേരെ രാത്രി നടന്ന മിന്നലാക്രമണം ഒറ്റപ്പെട്ട ഒരു പ്രക്ഷോഭ പ്രകടനം മാത്രമായി അവസാനിച്ചാലും പൊറുക്കാനാവുന്നതല്ല. ബോംബ് സ്ഫോടനം വരെയുള്ള സംഭവങ്ങൾക്ക് പിന്നിലെ ആസൂത്രണം ഇനിയും ഇത്തരം നീചപ്രവർത്തികൾക്ക് ശേഷിയുണ്ടെന്നുള്ള വിളംബരമാണ്. എവിടെ നിന്നാണ് പൊടുന്നനെ ബോംബ് എത്തിയത്? വാക്കുപിഴച്ചാൽ ബോംബാണോ പ്രതിവിധി? എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് കച്ചകെട്ടി നിൽക്കുന്നവർ, വഴിതെറ്റിയവർ ഉണ്ടാകാം. പക്ഷേ ആരാധ്യനായ മാധവൻ മാഷിയുടെ ലെഗസി ജ്വലിച്ചു നിൽക്കുന്ന മണ്ണിൽ വേണ്ടായിരുന്നു ആ പരീക്ഷണം. ആ കുടുംബത്തെയും വസതിയും കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കേണ്ട ബാധ്യത സമൂഹത്തിനുണ്ട്. പഞ്ചായത്തിലെ ദീർഘകാലത്തെ ഭരണസാരഥികളൊല്ലൊന്നെന്ന നിലയ്ക്കും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് 3 പതിറ്റാണ്ടിലേറെ വിദ്യ പകർന്നു കൊടുത്ത അധ്യാപകൻ എന്ന നിലയ്ക്കും ഗ്രാമീണ വായനശാലയുടെ സ്ഥാപകൻ എന്ന നിലയ്ക്കും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മാഷിന്റെ ഓർമ്മകൾക്ക് താങ്ങായി നിൽക്കുന്ന ചുമരുകൾക്ക് നേരെയാണ് ഏതോ അവിവേകികൾ സ്ഫോടക വസ്തുക്കൾ വലിച്ചെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. അത് തീക്കൊള്ളി കൊണ്ടുള്ള കളിയാണ്. ഈ വീടിന് നേരെ ആക്രമണം നടത്തണമെന്നത് ഏതോ നിഗൂഢ കേന്ദ്രത്തിൽ കൈക്കൊണ്ട തീരുമാനമായിരിക്കാനേ തരമുള്ളൂ. പോലീസ് ഊർജ്ജസ്വലമായിരുന്നെങ്കിൽ പ്രതികളെ കയ്യോടെ കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു. അക്രമികൾ സഞ്ചരിച്ച വാഹനം പോലീസിന് കയ്യെത്തും ദൂരെ ഉണ്ടായിരുന്നു. കാറിന്റെ നമ്പരും പോലീസിന് കൈമാറിയതാണ്. ഒന്നും സംഭവിച്ചില്ല. പൂക്കോട്ടെ സിദ്ധാർത്ഥൻ എന്ന വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയുടെ കൊലപാതക അന്വേഷണത്തിൽ അലംഭാവം കാട്ടിയ പോലീസിന് ഇതെല്ലാം ചീള് കേസായിരിക്കാം. മാധവൻ മാഷിന്റെ വസതിയിൽ താമസിക്കുന്നവർക്ക് ഇപ്പോഴുള്ള സുരക്ഷിതത്വം പോലും ഇനി കൊടുക്കേണ്ട എന്ന് ആജ്ഞാപിക്കാൻ മുകളിൽ ആളുണ്ടാകും. പക്ഷേ അതിന് കയ്യൊപ്പ് വച്ചു കൊടുക്കണോ പോലീസ്? കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനും വാഗ്മിയും ചിന്തകനുമായ ഡോക്ടർ ആസാദ് കളിച്ചു വളർന്ന വീടാണത്. മാധവൻ മാഷിന്റെ ഏക മകനാണ് കോളേജ് പ്രിൻസിപ്പളായിരുന്ന ആസാദ്. അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവാണ് KS ഹരിഹരൻ. ആയുധം ഉറയിലിടുകയാണ് നല്ലത്. ചില ക്ഷുദ്രജീവികൾ പാർട്ടിയെ കൈക്കലാക്കി വിധ്വംസക പ്രവർത്തനത്തിന് അവിടെ കരുവാക്കുക എന്നത് സുനിശ്ചിതം.